ഞാൻ നിമിഷയുടെ അമ്മ. ഞാൻ 2024 ഏപ്രിൽ 20-ാം തീയതി ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് 2017 മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ, എൻ്റെ മോളെ ഞാൻ കാണുമോ, ഇവിടെ എനിക്ക് കാലുകുത്താൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് മുറ വിളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കോടതിയുടെ അനുമതി പ്രകാരം ഞാൻ സാമുവൽ സാറിനോടൊപ്പം ഞാൻ യമനിൽ 20-ാം തീയതി ഏപ്രിൽ 20-ാം തീയതി 2024 ഞാൻ യമനിൽ വന്ന് കാലുകുത്തി. ഞാനിന്നും ഇവിടെ ഇരിക്കുന്നു. തൽക്കാലം നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ നിമിഷനെ കണ്ടു, ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട്. പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും, നാളേക്ക് അവളുടെ കൊല നടക്കും, അല്ല അടുത്ത ആഴ്ച അവളുടെ വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. എനിക്ക് നാട്ടിലേക്ക് കയറി വരാൻ എനിക്ക് കഴിയില്ല. ഞാനിവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാറ് നിമിഷയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് സാമുവൽ സാർ നാട്ടിലേക്ക് പോയി. പക്ഷേ എനിക്ക് എല്ലാ ആവശ്യങ്ങളും ഇവിടെ എൻ്റെ എല്ലാ വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ട മലയാളികളെ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഇവിടെ അവരുടെ അമ്മയെ എങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല, അതിനേക്കാൾ കൂടുതലായി എനിക്ക് വേണ്ട സംരക്ഷണം തന്ന് ഞാനിവിടെ സാമുവൽ സാറിൻ്റെ വീട്ടിലിരിക്കുന്നു. അവർ കുടുംബം എല്ലാവരും എന്നെ വിളിക്കും, അന്വേഷിക്കും, എൻ്റെ കാര്യങ്ങൾ ചെയ്യും. നാട്ടിലായിരുന്നപ്പോഴും ദിവസം 2 നേരവും എന്നെ ഫോൺ ചെയ്ത് എന്നെ സഹായിക്കും, എൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കും. എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആരും തന്നെ എന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തുകയോ ഞാനിവിടെ ആരുടെ തടകിലും ഇരിക്കുന്നില്ല. ദയവ് ചെയ്ത് വീഡിയോയിൽ വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ കേട്ട് ഒരുപാട് ഞാൻ വിഷമിക്കുകയാണ്. എന്താ കേട്ട് കഴിഞ്ഞാൽ ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല, ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല. എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത്. എൻ്റെ മകളുടെ ജീവനെ രക്ഷിക്കാൻ തന്നെയാണ്. എൻ്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം. അവളുടെ ഒരു പെൺകൊച്ചുണ്ട്, ആ കൊച്ചിന് വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കണം, എല്ലാവരും ചേർന്ന് രക്ഷിക്കണമെന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ്. ഞാൻ ദയവ് ചെയ്ത് ആരും ഈ ആവശ്യമില്ലാത്ത വീഡിയോകൾ നാട്ടിൽ വരരുതേ എന്ന് ഞാൻ കേണപേക്ഷിക്കുകയാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആവശ്യമില്ലാത്ത വീഡിയോ. അമ്മയ്ക്ക് യാതൊരുവിധ ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഇവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ട മെഡിസിൻ, അമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാമുവൽ സാറ് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. വൈദവേ അമ്മച്ചി വീഗാലാൻഡ് ടൂർ പോയതല്ലേ, അമ്മച്ചിക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന് അമ്മയെ ഫെസിലിറ്റീസ് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. സാമുവൽ സാറിനെ വെളുപ്പിക്കാൻ വേണ്ടി അമ്മച്ചി വന്ന് കിടന്ന് ആഹ്വാനം ചെയ്യുന്നതാണ്. അല്ല അമ്മച്ചി അറിയാത്തോണ്ടിരിക്കണം. അമ്മച്ചി യമനിൽ എന്തിനു പോയത്? ടൂറിസത്തിന് പോയത് എന്തിനാണ്? ആ ഒരു കാര്യം നശിപ്പിച്ച വ്യക്തിയാണെന്ന് അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുമ്പോൾ അമ്മച്ചിക്ക് ഇത്തിരി ബോധം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. തീരെ ബോധം ഇല്ലയെന്ന് മനസ്സിലായി. പ്രാർത്ഥനാ റൂമിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണൊക്കെ പറയണം. അമ്മച്ചിയുടെ മോള് ജയിലിൽ കിടക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ഒരു മനുഷ്യനെ ഊസി കുത്തി കൊന്ന് 118 വെട്ടും വെട്ടി മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ആ പറഞ്ഞ ശവശരീരം കൊണ്ടുപോയി ഇടുകയും ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് ദൂരെ ഒരു സ്ഥലത്ത് പോയി അവിടെ ജോലിക്ക് കയറി തിന്നും കുടിച്ചും 33 ദിവസവും കഴിഞ്ഞ ശേഷമാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. എന്നാ പോട്ടെ, പോലീസ് പിടിച്ച് കേസ് വിചാരണയായി. ചെയ്ത തെറ്റിന് തെറ്റെന്ന് പറയുന്നതിന് പകരം എന്നെ അവൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നെ അവൻ അതിന് ശ്രമിച്ചു, എന്നെ അവൻ ഇതിന് ശ്രമിച്ചു, ഒപ്പിട്ട് കൊടുത്ത വിവാഹ സർട്ടിഫിക്കറ്റ് അറിയാതെ ഒപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ അറിയാതെ മോൾ ഒരുപാട് തെറ്റൊക്കെ ചെയ്ത് കാണും. ആകെ മൊത്തം തെറ്റിൻ്റെ പുറത്ത് തെറ്റ് മാത്രം ചെയ്തൊരു മോളെ ന്യായീകരിച്ച് തള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഗതികേടാണ് ഇന്ത്യക്കാരുടെ. ഇതുപോലുള്ള വൃത്തികെട്ടതങ്ങളെല്ലാം വെളിനാട്ടിൽ പോയി നിന്ന് വൃത്തികേടുകൾ കാണിക്കും. ഇന്ത്യ അതിനുത്തരം പറയണം. ഇന്ത്യൻ രാജ്യത്തിലെ ഒരാളായതുകൊണ്ട് നമ്മൾ അതിന് ഉത്തരം പറയണം. അങ്ങനെ ഒരു ഗതികേട്. ഈ സ്ത്രീയെ ഇറക്കുന്നതിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. 1% പോലും ദയാർഹിക്കുന്ന സ്ത്രീയല്ല. വീണ്ടും ഇരുന്നുകൊണ്ട് ഇപ്പം ഇത്രയും മനുഷ്യർ ഇവിടെ കിടന്ന് എഫർട്ട് എടുക്കുന്നു. ഈ എഫർട്ട് എടുത്ത് എല്ലാ മനുഷ്യരെ അവഹേളിച്ചുകൊണ്ടല്ലോ ഇപ്പം ഈ വർത്തമാനം പറയുന്നത്. കാന്തപുരം ഉസ്താദിനെ തൂക്കി തലയിൽ വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം ഇത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലുമല്ല. ഗ്രാൻഡ് മുഫ്തി ആരാണെന്നുള്ളതും തെളിവായിട്ട് ആളുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കേണ്ട, അവഹേളിക്കാതിരിക്കാനുള്ള മാന്യത വേണമെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ആ കുട്ടിയെ ഇറക്കാനാണ് എഫർട്ട് എടുക്കുന്നതെങ്കിൽ നിമിഷപ്രിയ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കാനായിട്ട് ഇന്നൊരാൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരും കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാണ് അയാളെ എതിർക്കുന്നത്? അയാളല്ല, മറ്റേയാളല്ല, ആരുമല്ല, ഞാനാണ് മുഴുക്ക ഞാനാണെന്ന് പറയാനല്ലേ. ഞാൻ ആദ്യം കരുതി ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എല്ലാ വർഷം മുഴുക്കാക്കും അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊടി മോളല്ലേ നാട്ടിലുള്ളത്. അമ്മച്ചി ഇനി അവിടെ നിന്ന് പോര്, കൊച്ചിനെ നോക്കണം. കൊച്ചൊറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയല്ലേ.
നിങ്ങൾ നോക്കി നിങ്ങളുടെ മകൾക്ക് ഒരു അപകടം സംഭവിച്ചു എന്ന് മാത്രം വിചാരിച്ചിട്ട് ആ കുട്ടീനെ നോക്ക്. നിങ്ങളുടെ മകളെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അവിടെ തപസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അമ്മച്ചിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അയാൾക്കൊരു കുടുംബമില്ലേ? അയാളുടെ അമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാവും. കാണാനൊരു ശവം പോലും വെച്ചേക്കാതെ പീസാക്കി ഇറച്ചി കൊത്തുന്നാണൊക്കെ കൊത്തിയേക്കുന്നത്. നഴ്സ് തന്നെയല്ലേ അമ്മച്ചിയുടെ മോള്? അതേ മറ്റേ ഇറച്ചി വെട്ടുകാരിയായിരുന്ന ഇങ്ങനെ കൊത്തി പീസാക്കാനായിട്ട്. അപ്പോഴൊന്നും അവളെ കൈവിറച്ചില്ല, അവൾക്കൊരു വിഷമം ഉണ്ടായില്ല. ആളുകൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ ഇത് കവറിലാക്കി കൊണ്ട് ഇട്ടപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കാണ് കുഴപ്പം. നിങ്ങൾ അവിടെ സേഫാണോ അല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമില്ല. നിങ്ങൾ അവിടെ തന്നെ കിടന്നോളി. ഈ ഇന്ത്യൻ പൗരത്വം അങ്ങ് ഇടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. നിങ്ങൾ അവിടെ എങ്ങാനും ചേർന്നോളി, അതാണ് നല്ലത്. ഹാലലിയ സൂത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. എനഗുണം കാണിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു നാറിയാണ് ഇത് ഇത്രയും പ്രശ്നമാക്കിയതെന്ന് അവരും പറയുന്നു. അതിനകത്ത് ഇടപെട്ടവരും പറയുന്നു. പൈസ എത്രയും അവൻ്റെ കയ്യിലേക്ക് പോയെന്ന് വല്ല ഓർമ്മയുണ്ടോ? 40,000 രൂപയല്ല, ഡോളർ. $100 എത്രയാവുമെന്ന് വല്ല ബോധമുണ്ടോ? 8,000 രൂപ വെച്ച് കാൽക്കുലേറ്റ്, ഇപ്പോൾ 8.5 കണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ എത്ര രൂപ മോളെ കാര്യവും പറഞ്ഞ് അവൻ വാങ്ങിച്ച് നക്കീന്ന് ഓർത്ത് നോക്ക്. എന്തിനാണ് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ പേർക്ക് ബാങ്കിൽ ഇട്ടാലെങ്കിലും പ്രയോജനമുണ്ട്. അവളെ ഇറക്കാൻ വേണ്ടിയിട്ട് 10 പൈസ ചിലവാക്കാൻ നിൽക്കണ്ട. അവർ പൈസ വേണമെന്നും പറയുന്നില്ലല്ലോ. അവർക്ക് കാശ് വേണ്ട. അവരുടെ സഹോദരന് കിട്ടിയ അനീതി, അതിനെതിരെ അവർക്കത് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങളുടെ മകൾ മരിക്കുകയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. അത് വളരെ ക്രൂരമാണ്, എന്നാലും അതാണ് അതിൻ്റെ സത്യം. ഇനി വരുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ ആണെന്നുള്ള പരിഗണന കൊണ്ട് അവൻ എന്തെങ്കിലും ഒരു കൺസെഷൻ കൊടുത്ത് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവൻ ഈ എതിർക്കുന്ന ആളുകളെ കൂടെ നിന്നിട്ട് ഈ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ കണക്ക് വായി തുറന്ന നുണ പറയുന്ന പരിപാടിയൊന്നും മറ്റവർക്കില്ലെന്ന് ഓർത്തോണം. അവർ നുണയൊന്നുമല്ലല്ലോ പറയുന്നത്. ആ പറയുന്ന വ്യക്തി അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സാധനമല്ലേ? അതിൽ വ്യക്തമായി പറയുന്നില്ലേ ഇവൻ ഷേക്ക് ഹാൻഡ് കൊടുത്തെന്ന്. നിങ്ങളുടെ മോളെ കൊല്ലാനായിട്ട് ഓർഡർ സമ്പാദിച്ചതിന് ആ തലാലിൻ്റെ കുടുംബക്കാരനിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത മുത്തുമലരാണ്. കുറച്ചുകൂടെ പറ അമ്മ കേൾക്കാം. മീറ്റിങ്ങുകളും എല്ലാ നിമിഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അതിന് പൂർണ്ണ ഉത്തരവാദിയാണ്. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാനിവിടെ ഇരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. നിമിഷനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. സന്തോഷമായി ഞാനിവിടെ കഴിയുന്നു. എൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും എൻ്റെ സന്തോഷം എന്തെന്ന് കേട്ടാൽ എൻ്റെ സത്യമായ കാര്യമാണ് നാക്കിയെന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞത് കൊള്ളാമല്ല, അത് നമ്മൾ സമ്മതിച്ചു. നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ. നിങ്ങൾ ടൂറിന് പോയതാണ്. അതുകൊണ്ട് മരുന്ന് തരുന്ന്, ചാപ്പാട് തരുന്ന്, അയൽവക്കക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന, തുണി തരുന്ന, എല്ലാം തരുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. മോളെ ഇടയ്ക്കിടയ്ക്ക് പോയി ടൂർ കാണാൻ പോകുന്ന കണക്ക് പോയി കാണുന്നുണ്ട്. മോളും അമ്മച്ചിയും കൂടെ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ പറഞ്ഞ ഫ്ലോയിൽ അങ്ങ് വന്നു പോയതായിരിക്കും. എൻ്റെ നിമിഷം രക്ഷിച്ച് എൻ്റെ കൂടെ വരും. എന്നോട് അമ്മ വരുമ്പോൾ മമ്മിനെയും കൊണ്ട് വരുമെന്ന് കൊച്ചു വാഗ്ദാനം ചെയ്തു. എൻ്റെ നിമിഷയുടെ മകള് എന്നോട് എന്നും വിളിക്കുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ അവളെയും കൊണ്ട് മേരിയമ്മ വരുമ്പോൾ, കൊച്ചിനെയും കൊണ്ട് മേരിയമ്മ വരുമ്പോൾ മമ്മിനെയും കൊണ്ടേ വരുള്ളൂ എന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. തീർച്ചയായും ആ കൊച്ചിന് ഒരു അവളുടെ മമ്മിനെ കൊടുക്കുക, അവളുടെ മമ്മിനെയും കൊണ്ട് നാട്ടിലേക്ക് എത്തുക എന്നാണ് എൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം. എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടണം. എല്ലാവരും കൈകോർത്ത് പിടിച്ച് എൻ്റെ മകളെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിച്ച് അവളുടെ ജീവനെ രക്ഷിക്കണം. എൻ്റെ മോളെ രക്ഷിക്കണം. എൻ്റെ പൊന്നു തള്ളേ, ഇത് അവിടുത്തെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാനുള്ള കാര്യമാണ് മോള് ചെയ്തു വെച്ചത്. മോള് ചെയ്തു വെച്ച കൂട്ടത്തിൽ ഇപ്പം ആ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സണോ, അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണോ ആണെന്ന് വെക്കുക. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എടുക്കുന്ന പരിപാടിയാണ് ഈ പെണ്ണ് ചെയ്തു വെച്ചിട്ടുള്ളത്. മാനം മര്യാദയ്ക്ക് അത്യാവശ്യം അവളുടെ അടുത്ത് തന്നെ വായി തുറന്ന് മാപ്പ് അപേക്ഷിച്ച് അവരുടെ ആ കരുണയിൽ തിരിച്ചു വരാനുള്ള വഴി ആലോചിക്കുന്നതിന് പകരം വായ്ത്താളം കൊണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ സ്വാഭാവികമാണ്, ഒരു കുഞ്ഞിന് അമ്മ നഷ്ടപ്പെടുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്കത് വളരെ വിഷമമാണ്. ഗോവിന്ദച്ചാമി ഒരു അച്ഛനാണ്, അതറിയോ നിങ്ങൾക്ക്? അങ്ങനെയൊക്കെയുണ്ട്. ഗോവിന്ദച്ചാമിക്ക് കുട്ടികളുണ്ട്. അതുകൊണ്ട് ഗോവിന്ദച്ചാമി പുറത്തിറക്കി വിടുമോ നിങ്ങൾ? ഇല്ലല്ലോ. ഈ ഗ്രീഷ്മ കഷായം കൊടുത്തു കൊന്നു കളഞ്ഞു. ആ പേരൻസ് എത്രത്തോളം വേദനിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി 5-6 ദിവസം അവൻ അനുഭവിച്ച വേദനയാണ്. അങ്ങനെയാണെങ്കിൽ നേഴ്സമ്മ എത്ര ദിവസം അവനെ കുത്തിവെച്ചിട്ടുണ്ടാവും? എത്ര ദിവസം അവ ആ ഭ്രാന്തിൽ നടന്നിട്ടുണ്ടാവും? മദ്യം കഴിക്കുന്നവനാണെന്ന് പറയുന്നു, അവൻ മോശപ്പെട്ട് നടന്നു എന്ന് പറയുന്നു, പൈസ തട്ടിച്ചു എന്ന് പറയുന്നു. ആ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് വല്ല ബോധമുണ്ടോ? നിങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൾ ചെയ്തതൊക്കെ നല്ലത്, അവൻ ചെയ്തതെല്ലാം കുഴപ്പം. അവളെ പേര് അങ്ങനെ ആക്കി, അവളെ റേപ്പ് ചെയ്തു, അവളെ നിർബന്ധിച്ച് വിവാഹബന്ധത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഒരു ക്രിമിനലായിട്ടാണ് അയാളെ ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് അയാൾ കാണും എന്നുള്ള ബോധമില്ലാതെ ഇവിടെ ഓരോരുത്തരും എടുത്ത് ചാനലിൽ വാർത്തയാക്കി. അയാൾ ഇത് ട്രാൻസ്ലേറ്റ്, ഇപ്പോൾ എല്ലാം ഓട്ടോ ഡബ്ബാണ്. നമ്മളിപ്പോൾ ഇത് കാണുന്നത് ഇംഗ്ലീഷിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തിട്ട് ആളുകൾ കാണും. അപ്പോൾ അങ്ങനെ ഓരോന്നും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ സഹോദരനെ പറ്റി പറയുന്നത്. ഈ സഹോദരൻ മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, കള്ളുകുടിയനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ വീട്ടിൽ കൊണ്ടുവരുമോ? അവനെ നാട്ടിൽ കൊണ്ടുവരുമോ? അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അത്യാവശ്യം അവൻ്റെ കൂടെ നടന്ന് നാടൊക്കെ കാണിച്ചു കൊടുത്ത് ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒക്കെ ചെയ്ത ശേഷം പിന്നീട് അതിലേക്ക് തിരിഞ്ഞത് എന്തായിരിക്കും? നോർമലി ഒരു വിവാഹ ബന്ധത്തിൽ നടക്കുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ളവൻ കൊള്ളത്തില്ല എന്ന് പറയും, അവൻ കെയർ ചെയ്യുന്നില്ല, അവൻ നോക്കുന്നില്ല, അവൻ ചെലവിന് ഇരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇത്യാദി വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അവൻ കമന്ന് വീണിട്ടുണ്ടാവും, രണ്ടുപേരും എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടാവും, വിവാഹം കഴിച്ചു എന്നുള്ളൊരു തെളിവാണ് റെക്കോർഡ്. ഇതിനേക്കാൾ ഉപരി വലിയൊരു റെക്കോർഡുണ്ട്. നിങ്ങളുടെ മോള് പറഞ്ഞൊരു വലിയ നുണ വെളിച്ചത്താക്കാനുള്ള വലിയ റെക്കോർഡുണ്ട്. രണ്ടിനെയും ഒന്നിച്ച് ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചിട്ടുണ്ട്. പിടിച്ചപ്പോൾ ഈ രേഖ കാണിച്ചിട്ടാണ് രണ്ടും കൂടെ ഇറങ്ങി വന്നത്. അതായത് വിവാഹം കഴിക്കാതെ രണ്ടുപേരും അവിടെ ഒന്നിച്ച് വന്നു, അറബ് രാജ്യമാണേ, ഒന്നിച്ച് താമസിച്ചപ്പോഴത്തേക്ക് അവർ വ്യഭിചാര കുറ്റത്തിന് രണ്ടിനെയും കൂടെ പിടിച്ചപ്പം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വ്യഭിചാരികളല്ല, ഞങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞത്. അവൻ മരണപ്പെട്ട സമയത്ത് പുറത്ത് വന്ന ന്യൂസും അതായിരുന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടി ഞുറുക്കി കൊന്നു എന്ന്. ഇത്രയൊക്കെ ആയിട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇനി ഇതിനകത്ത് ഞെളിഞ്ഞു പിടിച്ച് വേറൊരുത്തം പോകുന്നുണ്ട്. 70 ലക്ഷം രൂപ ഞാൻ അറേഞ്ച് ചെയ്ത് അവളെ അങ്ങോട്ട് കിട്ടുന്നു. എടാ പൊട്ടാ, 70 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങിക്കൂടെ? ആരെടുത്താണ് ഈ നട്ടാ കുരുക്കാത്ത നുണ പറയുന്നത്? എന്തായാലും കടങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞിനെ അവൾ ഓർത്തെങ്കിൽ അവൾ ഇമാതിരി കളിക്ക് പോകുമായിരുന്നു. ഒരു പെൺകുഞ്ഞാണെന്നുള്ളത് ഓർമ്മ വേണ്ടായിരുന്നു. ഇനി പുറത്തേക്ക് വന്നാലും അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ വരുമ്പം നോക്കിക്കോണം, ഇവിടെയുള്ള സർവത്ര പ്രത്യേകിച്ച് വെറൈറ്റി മീഡിയ ആദ്യം ചെല്ലും, ഞാൻ എടുക്കാം നിങ്ങളുടെ ഇൻ്റർവ്യൂ. പിന്നെ ഒരു 2-3 കൊല്ലത്തേക്ക് ഉള്ള ഇൻ്റർവ്യൂ അവർ നടത്തും. നിമിഷ എങ്ങനെ ജനിച്ചു എന്ന് തൊട്ട്, നിമിഷ കല്യാണം കഴിച്ചത് തൊട്ട്, നിമിഷ അവനുമായിട്ട് പ്രണയമായത് തൊട്ട്, അവനെ കൊന്നത് തൊട്ട്, ഇങ്ങേയറ്റം അവനെ പറയാവുന്ന അത്രയും അവളിരുന്ന് പറയും. ഇതെല്ലാം അവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കും. അതോടെ ഇന്ത്യയോടുള്ള ശത്രുത അവർക്ക് കൂടുമെന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് തന്നെ ഏറ്റവും വലിയ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരും കൂടെ നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ പഴുതും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്രിസംഗി ഇത്രയും നാൾ പ്രൊട്ടക്ട് ചെയ്ത് നിന്നത് നിങ്ങളുടെ വിഭാഗക്കാരാണ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളൊരു കൺസേൺ കൊടുക്കുന്നത്. പക്ഷേ അവൻ ഇത്രയും നാൾ നാട്ടുകാരെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച് ആ പണം അടിച്ചു മാറ്റി അവൻ്റെ പോക്കറ്റിലേക്ക് ആക്കുകയാണ് ചെയ്തത്. അവൻ്റെ കുടുംബം നിങ്ങൾക്ക് ആഹാരം തന്നത് ഉൾപ്പെടെ ആ പൈസയെ കണക്കിലിരുത്തുകയാണ് ചെയ്യുന്നത്. ഫ്രീക്ക് അവൻ്റെ പോക്കറ്റിൽ നിന്നല്ല അവൻ കൊടുത്തത്. പൈസ കൊടുക്കാത്തതിന് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൈസ മാത്രമാണ്, അവളെ ഇറക്കുക എന്നുള്ളതല്ല. ഒന്നാമത്തെ കാര്യം, തലാലിൻ്റെ കുടുംബം പറയുന്നുണ്ട് ഞങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടില്ല, പണം തന്ന് ഞങ്ങളിത് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീ പ്രചരിപ്പിക്കുന്ന നുണകളാണ്. ഈ നുണകൾ കേൾക്കെ അവർക്ക് ഭയങ്കര വിഷമം വരും. ഇപ്പോൾ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരു പയ്യനെയോ ഇത് പറയുന്നെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ തോന്നില്ല. ഒരുത്തി കൊന്നു കളഞ്ഞു, എന്നിട്ട് പിന്നെ അവൻ കള്ളുകൂടിയനാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ തല്ലുമായിരുന്നു, അവൻ ഇടിക്കുമായിരുന്നു, അവൻ അത് ചെയ്യുമായിരുന്നു, എന്തൊക്കെ തോന്നിയാസങ്ങളാണ് പറയണേ. മനുഷ്യന് കയ്യിൽ താങ്ങാവുന്നതേ എടുത്ത് കയ്യിൽ വെക്കാവുള്ളൂ, അല്ലാത്ത എടുത്ത് വെച്ചാൽ കൈ ഒടിഞ്ഞു പോകുമെന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് നിമിഷ അനുഭവിക്കുന്നത്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഈ റിസ്കിൽ ഈ പരിപാടി നടത്തിയത് അവരെ പറ്റിച്ചിട്ട് ഈ പൈസയും കൊണ്ട് മുങ്ങാന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. ഇനി അവിടെ അങ്ങനെ ഒരു വിശേഷം നടന്നുവെങ്കിൽ തന്നെ നാട്ടിലേക്ക് കയറി വരാറുന്നില്ല, വേറൊരിടത്ത് പോയി ജോലി ചെയ്തത് ഇതൊരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടല്ലേ. ഇനി പുതിയ കണ്ടുപിടുത്തം പറയും പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് ഇല്ലാത്തവരാണ് ആ ബിൽഡിങ്ങിൽ മുകളിൽ ഒന്നിച്ച് താമസിച്ചത്. അവനെ കുത്തിയിട്ടത് തന്നെ പാസ്പോർട്ട് എടുക്കാനാണെന്ന്. എന്തൊരു നട്ടാക്കുരുക്കാത്ത നുണകളാണ് ഈ സ്ത്രീ പറഞ്ഞു വരുത്തിയെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിതൊന്നും അറിയാതെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അതെടുത്ത് ആ പയ്യൻ കണ്ടുകൊണ്ടിരുന്നു. അവൻ്റെ കുടുംബക്കാരോട് അത് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരോടും അവനോട് മാപ്പാണ് പറയേണ്ടത്. ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ പകയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വല്ലാത്ത വൈരാഗ്യമാണ്. എനിക്കറിയില്ല ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. ഒരു പക്ഷേ അത് കേൾക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നാണ്. എന്നാലും വീണ്ടും ഇരുന്നു കൊണ്ട് ആ നാറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ തള്ള പറയുന്നത് ഇതിന് വട്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വീണ്ടും ഇത് എടുത്ത് വെച്ചപ്പോൾ ഞാൻ ഉൾപ്പെടെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. അവ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അവനിക്ക് എന്താ വരിക? വീണ്ടും ഈ തള്ളയുടെ അടുത്തുള്ള ദേഷ്യം വീണ്ടും വരും. ഒന്ന് വായും പൊത്തി മിണ്ടാതെങ്കിലും ഇരുന്നൂടെ. നിങ്ങൾ അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ കൊണ്ട് തന്നെ അവളെങ്ങ് കെട്ടിയിരി വണ്ടാര, ഞങ്ങൾക്ക് ശല്യം ഒഴിയുമല്ലോ. എന്തിനാണിത്? ഓരോന്നൊക്കെ ജീവിക്കാനായിട്ട് ഓരോ ദേശത്ത് പോയാൽ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കണം. അതിന് പകരം അവിടെ ചെന്നിട്ട് അവിടെയുള്ള പൗരനെ വെട്ടിയും ഞുറുക്കിയും കുത്തിയും കൊന്നിട്ട് ആളുകൾ കുടിവെള്ളത്തിലിട്ട്, മനുഷ്യസ്ത്രീ പോലുമില്ല സ്ത്രീ, കുടിവെള്ളത്തിലേക്ക് പിന്നെ ശവശരീരം കൊണ്ടുവന്ന കാലത്ത് എത്ര മനുഷ്യരത് കുടിച്ചാണ്. നീ ഒന്ന് ഓർത്ത് നോക്ക്. മണം കിട്ടിയിട്ടാണ് ആളുകളത് റിപ്പോർട്ട് ചെയ്യണത്.
അപ്പം മണം കിട്ടിയ ശേഷം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, പോലീസ് വന്നു, വെരിഫൈ ചെയ്യുന്നു. അതത്രയും ദിവസം കുടിച്ച മനുഷ്യരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാണ്. വാട്ടർ ടാങ്കിലൊക്കെ ശവം കൊണ്ടിടണമെങ്കിൽ ഇവളെയൊക്കെ മനസാക്ഷി ആലോചിച്ച് നോക്കിയാണ്. മറ്റതിനെ ജീവപര്യന്തം ആക്കരുത്, അതിനെയും കൂടെ തൂക്കിക്കൊല്ലണമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ തോന്നിവാസം കാണിക്കുന്നവർ തൂക്കിക്കൊല്ലുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. ഇത് പറയുമ്പോൾ ആർക്കും ഹാർഷായിട്ടൊന്നും തോന്നണ്ട, മതബോധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീ പൂർണ്ണമായും ഒരു പരിഗണനയും അർഹിക്കുന്നില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഈ സ്ത്രീ ഒരു രീതിയിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല. ഞാൻ പറയാവുന്നവർക്ക് സപ്പോർട്ട് പറയാം, രക്ഷിക്കണം എന്നൊക്കെ പറയാം. ഇവർ കരയുന്നത് കൊണ്ട് അവരെ ഇറക്കി വിടണമെന്നും പാകമില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ക്രിമിനലുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കൺസെഷൻ കൊണ്ടാണ് ഇവിടെ കൂടുതൽ ക്രൂരത നിറഞ്ഞ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ക്രിമിനലുകളെ ക്രിമിനലുകളായിട്ട് തന്നെ പരിഗണിക്കണം. അതിനപ്പുറം അവരെ തൂക്കി തലയിൽ വെക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അവരെ കൊണ്ട് കൂടുതൽ ക്രൂരകൃത്യങ്ങൾക്ക് ഇത് നടത്തുന്നത്. ഏത് ക്രിമിനലായിരുന്നാലും ശരി, കുറ്റകൃത്യം നടത്തി അവരെ നീക്കി നിർത്താനുള്ള ധാർമ്മികത നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.